ഹലോ കൂട്ടുകാരെ, എൻ്റെ ഡി എമ്മിൻ്റെ അവേക്കനിങ് സ്റ്റാർട്ടായോ അല്ലെങ്കിൽ അവേക്കനിങ് പ്രോസസ്സിലേക്ക് ഡി എം വന്നിട്ടുണ്ടോ എന്നുള്ളത് മാക്സിമം ഡി എഫ്സിൻ്റെ ഫെമിനൈൻ എനർജിയുടെ ഒരു ഡൗട്ടായിരിക്കും എല്ലായ്പ്പോഴും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ട്വിൻ ഫ്ലെയിംസിൻ്റെ രണ്ടുപേരുടെയും, അതായത് കൗണ്ടർ പാർട്സ് രണ്ടുപേരുടെയും അവേക്കനിങ് ഒരേ പോയിന്റിലാണ് സ്റ്റാർട്ട് ആവുന്നത്. അതായത് ഒരു എൻകൗണ്ടർ ഉണ്ടായി കഴിഞ്ഞിട്ട്, രണ്ടുപേരും കണ്ടുമുട്ടി കഴിഞ്ഞിട്ട്, അത് സോഷ്യൽ മീഡിയ വഴിയാകാം, ഡയറക്റ്റ് ആവാം, തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ട് ഈ ഒരു കണക്ഷനെ തിരിച്ചറിയുമ്പോൾ, അല്ലെങ്കിൽ ഈ ഒരു ഇൻറ്റൻസ് കണക്ഷൻ ആണെന്ന് മനസ്സിലായി കഴിയുമ്പോൾ ഒരു സെപ്പറേഷൻ ഫേസ് വരും. ആ ഫേസിൽ ശരിക്കും പറഞ്ഞാൽ രണ്ടുപേരുടെയും അവേക്കനിങ് സ്റ്റാർട്ട് ആവുകയാണ്. എന്നാൽ ഇവിടെ ഡി എഫ് ഒരു ചേസിങ് എനർജിയിലായിരിക്കും, ഫെമിനൈൻ എനർജി കൂടുതൽ കേസുകളിലും. ആ ചേസിങ് എനർജിയിൽ പോകുമ്പോഴത്തേക്കും അവിടെ നമ്മളുടെ കൗണ്ടർ പാർട്ടിന് എനർജി കൊടുത്ത് അവരുടെ അവേക്കനിങ്ങിനെ പോസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടെന്നാൽ ഈ ജേർണി തന്നിരിക്കുന്നത് നമ്മളുടെ ഹയർ സെൽഫുമായിട്ട് കണക്റ്റ് ആവാനാണ്, നമ്മളുമായിട്ട് കണക്റ്റ് ആവാനാണ്. അപ്പോൾ നമ്മളുമായിട്ട് കണക്റ്റ് ആവാതെ നമ്മൾ വെളിയിലേക്ക്, അതായത് ഔട്ടർ റിയാലിറ്റിയിലുള്ള ആ ഒരു ബോഡിയിലേക്ക് നോക്കുമ്പോൾ അവരവരുടെ ഹയർ സെൽഫുമായിട്ട് കണക്റ്റ് ആവില്ല, കേൾക്കാറുമില്ല. അതുകൊണ്ടാണ് ഡി എഫ് ടോട്ടലി അവേക്കൻഡ് ആയി കഴിഞ്ഞിട്ട് മാത്രമേ ഡി എമ്മിൻ്റെ അവേക്കനിങ് ശരിക്കും നടക്കുള്ളൂ എന്ന് പറയുന്നത്. അതായത് ഈ ജേർണിയിൽ നമ്മൾ എപ്പോഴൊക്കെയാണോ നമ്മളുടെ ഇന്നർ ഡി എമ്മിനെ, നമ്മളിലും ആ ഒരു മസ്കുലൈൻ എനർജി ഉണ്ട്, അതിനെ ബാലൻസ് ചെയ്യുന്നത്, അപ്പോഴായിരിക്കും അവർക്ക് അവരുടെ ഫെമിനൈൻ എനർജീൻ്റെ ഒരു വോയിഡ്, ഒരു മിസ്സിങ് ഫീലിംഗ് മനസ്സിലാകുന്നത്. കാരണം നമ്മൾ ഈ മസ്കുലൈൻ ആൻഡ് ഫെമിനൈൻ എനർജി നമ്മളുടെ ഉള്ളിൽ തന്നെ ബാലൻസ് ചെയ്യുമ്പോഴാണ് നമ്മളുടെ ഇന്നർ യൂണിയൻ നടക്കുന്നത്. ആ ഒരു സ്റ്റേജിൽ വരുമ്പോഴത്തേക്ക് നമുക്കൊരു ക്രേവിങ്ങോ കാര്യങ്ങളോ കാണില്ല, ഒരു ചേസിങ് എനർജി കാണില്ല, നമ്മൾ സെൽഫ് ഫോക്കസ്ഡ് ആയിരിക്കും. അപ്പം ഇവിടെ നമ്മളൊരു എനർജി കൊടുക്കുന്നില്ല ശരിക്കും പറഞ്ഞാൽ ആ ബോഡിയിലുള്ള ഡി എമ്മിന്. അതായത് നമ്മൾ എല്ലായ്പ്പോഴും ടെലിപ്പത്തിക്കലി 5Dയിൽ കണക്റ്റഡ് ആയിരിക്കും ഈ ഒരു സ്റ്റേജ് വരുമ്പോഴത്തേക്കും. എന്തുകൊണ്ടാണ് 5Dയിൽ കണക്റ്റഡ് ആയിരിക്കുമെന്ന് എടുത്തു പറയുന്നതെന്ന് വെച്ചാൽ, പലപ്പോഴും യൂണിയൻ എന്ന് പറഞ്ഞാൽ 3Dയിലൊരു കോളോ മെസ്സേജോ വരുന്നതാണ് എന്ന് വിശ്വസിച്ച് നമ്മൾ അതിനുവേണ്ടി ഒരു വെയിറ്റിംഗ് സോണിലേക്ക് പോകാറുണ്ട്. ഈ ജേർണി നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മളിലേക്ക് നോക്കാനാണ്. അപ്പം നമ്മളുടെ ഡി എമ്മും ഈ സെപ്പറേഷൻ പീരീഡിൽ നമ്മളെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളോട് പറയുന്നത്, നമ്മളുടെ ഉള്ളിലെ ഡി എമ്മിനെ, അതായത് ആ ഒരു മസ്കുലൈൻ എനർജിയെ നോക്കൂ, അവിടെ എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് ആ മസ്കുലാനിറ്റിയെ ഈക്വലൻ്റ് ആയിട്ട് കൊണ്ടുവരാനായിട്ട് നമ്മളുടെ ഒരു ഫെമിനൈൻ എനർജിയുടെ കൂടെ. അപ്പോൾ അതൊക്കെ ചെയ്യാനായിട്ടാണ് നമ്മളുടെ കൗണ്ടർ പാർട്ട് നമ്മളെ ഇവിടെ പഠിപ്പിക്കുന്നത്. അതായത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ എവിടെയാണോ എന്നെ തേടുന്നത്, അതായത് നമ്മൾ ഡി എമ്മിനെ എവിടെയാണോ തേടുന്നത് ഈ 3D ലെവലിൽ, അവിടെ ഇല്ല. അവർ നമ്മുടെ കൂടെ തന്നെ എനർജറ്റിക്കലി 5Dയിൽ ഉണ്ടെന്നാണ് അവർ നമ്മളെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്നാൽ നമ്മൾ എല്ലായ്പ്പോഴും ഒരു ചേസിങ് എനർജിയിൽ വരുമ്പോഴത്തേക്കും നമ്മളുമായിട്ട് കണക്റ്റ് ആവുന്നില്ല, നമ്മളുടെ ഹയർ സെൽഫുമായിട്ട് കണക്റ്റ് ആവാതെ നമ്മൾ അവരെയും അവരുടെ ആ ഒരു സത്യത്തിലേക്ക്, അവരുടെ ആ ഒരു ഹയർ സെൽഫിലേക്ക് നോക്കാനായിട്ട് പോലും സമയം കൊടുക്കാതെ നമ്മളുടെ എനർജി നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ അവരെല്ലായ്പ്പോഴും 3Dയിൽ നിന്ന് തന്നെ ഓപ്പറേറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ കൗണ്ടർ പാർട്ട് അവേക്കൻഡ് ആണോ അല്ലെങ്കിൽ അവേക്കനിങ്ങിലേക്ക് വന്നുവോ എന്ന് ഒരു ഡൗട്ട് വരുമ്പോഴൊക്കെയും, ഒരു ക്വസ്റ്റ്യൻ നമ്മളിലേക്ക് വരുമ്പോഴൊക്കെയും ആദ്യം മനസ്സിലാക്കുക നമ്മൾ എത്രമാത്രം അവേക്കൻഡ് ആണ്, നമ്മളുടെ മസ്കുലൈൻ എനർജിയെ, നമ്മുടെ ഉള്ളിലെ മസ്കുലൈൻ എനർജിയെ എത്രമാത്രം നമ്മൾ ബാലൻസ് ചെയ്തിട്ടുണ്ട്, അതിലെന്തൊക്കെയാണ് നമ്മൾ ഇനിയും ചെയ്യാനുള്ളത്. ആ കാര്യങ്ങളൊക്കെയും ശരിക്കും പറഞ്ഞാൽ ഔട്ടർ റിയാലിറ്റിയിലെ മസ്കുലൈൻ എനർജി നമ്മളെ കാണിച്ചുകൊണ്ടിരിക്കും. അതായത് നമ്മുടെ കോറിൽ കിടക്കുന്ന വൂൺസ്, കോറിൽ കിടക്കുന്ന സ്കിൽസ്, ഇതൊക്കെയും സർഫേസിൽ കൊണ്ടുവരാനായിട്ടാണ് അവർ ട്രിഗർ തരുന്നതും ഈ സെപ്പറേഷൻ തരുന്നതും. പിന്നെ മസ്കുലൈൻ എനർജിയുടെ
ത്രോട്ട് ചക്ര ഈ ജേർണിയിൽ ബ്ലോക്ക്ഡ് ആയിരിക്കും. ഡിവൈനായിട്ടത് ബ്ലോക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ആ ത്രോട്ട് ചക്ര ഓപ്പൺ അല്ലാത്തത് കൊണ്ട് തന്നെ അവർ ഒരു എക്സ്പ്രസീവ് നേച്ചറിലേക്ക് വരുന്നില്ല. കാര്യങ്ങളെ എക്സ്പ്രസ് ചെയ്യാൻ അവർ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളുടെയും ഉത്തരം അവർക്ക് പറയാൻ ഇഷ്ടമില്ലായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ അടുത്ത് ഉത്തരം കാണില്ലായിരിക്കാം. അതുകൊണ്ടൊക്കെയും അവർ പറഞ്ഞ് നമ്മളെ അവേക്കൻ ചെയ്യാറില്ല, അറിഞ്ഞോ അറിയാതെയോ. ഇങ്ങനെ ട്രിഗേഴ്സ് തന്നാണ് നമ്മളെ അവേക്കൻ ചെയ്യുന്നത്. അത് മനസ്സിലാക്കുക. അവരെ ഒരു കുറ്റക്കാരൻ്റെ രൂപത്തിൽ കാണാതിരിക്കുക. കാരണം അവർ ചെയ്യുന്നതൊക്കെയും ഈ ജേർണിയുടെ ഒരു ഭാഗമാണ്. ഒരു പ്രീ പ്ലാൻഡ് കാര്യങ്ങളാണ് നമ്മൾക്ക് അവർ കാണിച്ചു തരുന്നതൊക്കെ. സോ 3D റിയാലിറ്റിയിലുള്ള, അതായത് ഈ ബോഡിയിലുള്ള ഒരു കൗണ്ടർ പാർട്ട്, അവരെന്തൊക്കെ ചെയ്യുന്നോ അതിനെ കൂടുതലായിട്ട് ബോദർ ചെയ്യാതെ നമ്മളൊരു സറണ്ടർ സ്റ്റേജിലേക്ക് വന്ന് ഈ അവയർനെസ്സിലിരുന്ന് നമ്മളുടെ സോളിൻ്റെ ഗ്രോത്തിനായിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഈ ജേർണിയിൽ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നത്. തന്നിരിക്കുന്ന ഇൻഫർമേഷൻ ഹെൽപ്ഫുൾ ആണെങ്കിൽ ചാനലിനെ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം ആൻഡ് സബ്സ്ക്രൈബും ചെയ്യാവുന്നതാണ്. ട്വിൻ ഫ്ലെയിം റിലേറ്റഡ് കൗൺസിലിംഗ് സെഷൻസിന്, ഹീലിംഗ് സെഷൻസിനായിട്ട്, റേഖി ഹീലിംഗ് സെക്ഷൻസിനായിട്ട് എന്നെ വാട്സപ്പ് നമ്പറിൽ, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്. താങ്ക് യു.